മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കുന്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഇരിക്കുന്ന സമയത്ത് പുന്നാര ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഫജാഅഹു റജുലുൻ മിനൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട ഒരു മനുഷ്യൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഫസല്ലമ അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വന്ന ആ അൻസാരിയായ സ്വഹാബി പുന്നാര ഹബീബായ തങ്ങളോട് സലാം പറഞ്ഞു. സുമ്മ ഖാല, എന്നിട്ട് ആ അൻസാരിയായ സ്വഹാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം വല്ലാത്തൊരു ഗൗരവമുള്ള ചോദ്യമായിരുന്നു. ആ അൻസാരിയായ സഹാബി പുന്നാര ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുൽ മുഅ്മിനീന അഫ്ളലു യാ റസൂലല്ലാഹ്, മുഅ്മിനീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ, ഏറ്റവും ശ്രേഷ്ഠമായ മുഅ്മിൻ ആരാണ് നബിയെ? ഏറ്റവും ഉത്തമനായ വിശ്വാസി ആരാണ് നബിയെ? ഏറ്റവും നല്ല വിശ്വാസി ആരാണ് റസൂലേ എന്ന് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അൻസാരിയായ സഹാബി ചോദിക്കുകയാണ്. അള്ളാന്റെ റസൂല് കൊടുത്ത മറുപടി എന്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ? ഏറ്റവും നല്ല വിശ്വാസി ആരാണെന്നുള്ള ചോദ്യത്തിന് മറുപടി കൊടുക്കുകയാണ്. പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അൻസാരിയായ സഹാബിയോട് പറയുന്നു, പ്രിയപ്പെട്ട സ്വഹാബാ, ഏറ്റവും നല്ല വിശ്വാസി ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഏറ്റവും നല്ല വിശ്വാസി ആരാണെന്ന് ആ വന്ന മനുഷ്യനോട് അള്ളാന്റെ റസൂല് പറഞ്ഞു, അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും നല്ല വിശ്വാസി, ഏറ്റവും നല്ല സൽസ്വഭാവമുള്ളവനാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് ഏറ്റവും നല്ല വിശ്വാസി. ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരാളോട് പോലും പിണക്കമില്ലാത്ത, ഒരാളോട് പോലും ദേഷ്യമില്ലാത്ത, ഒരാളോട് പോലും അസൂയയില്ലാത്ത മനസ്സുള്ളവൻ, നാവ് കൊണ്ട് സത്യം മാത്രം പറയുക, നാവ് കൊണ്ട് ഒരാളെ കുറിച്ചും പരദൂഷണം പറയുന്നില്ല, നിന്റെ നാവ് കൊണ്ട് ഒരാളെ കുറിച്ചും ഈബത്ത് പറയുന്നില്ല, നിന്റെ നാവ് കൊണ്ട് ഒരാളെ കുറിച്ചും അപവാദം പറയുന്നില്ല, നിന്റെ നാവ് കൊണ്ട് ഒരാളെ കുറിച്ചും അപരാധം പറയുന്നില്ല. ഏറ്റവും നല്ല സൽസ്വഭാവമാണ് പ്രിയപ്പെട്ടവരെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചല്ലോ, പ്രിയപ്പെട്ട ആയിഷ ബീവിയേ, റസൂലുള്ളാഹിയുടെ സ്വഭാവം എങ്ങനാ? ഭാര്യയോട് ചോദിക്കുകയാണ് ഒരു ഭർത്താവിന്റെ സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണെന്ന്. ഭാര്യയോട് ചോദിക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, പുന്നാര ഹബീബിന്റെ സ്വഭാവം സൽസ്വഭാവമാണ്. പുന്നാര ഹബീബിന്റെ സംസാരം, പുന്നാര ഹബീബിന്റെ പെരുമാറ്റം, പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തിന്റെ മഹിമ ഒരിക്കലും വർണ്ണിക്കാൻ കഴിയില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും നല്ല സൽസ്വഭാവത്തിന്റെ ഉടമയാണ്. ഒരാളോട് പോലും വെറുപ്പില്ലാത്ത, ഒരാളോട് പോലും മുഷിപ്പില്ലാത്ത, ഒരാളോട് പോലും അസൂയയില്ലാത്ത, ഏറ്റവും നല്ല പവിത്രമായ, ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമയാണ് പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, എൻ്റെ ഭർത്താവായ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം ഏറ്റവും നല്ല സ്വഭാവമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാൻ, ആ ഒരു ലെവലിലേക്ക് നമ്മളുടെ ജീവിതത്തെ നമ്മളൊന്ന് പരിവർത്തനപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മളെ ഭാര്യ പറയാണ് എൻ്റെ ഭർത്താവിന്റെ സ്വഭാവം ഏറ്റവും നല്ല സ്വഭാവമാണെന്ന് പറഞ്ഞാൽ, അൽഹംദുലില്ലാഹ്,
ആ ഒരു ഭാര്യമാരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് അള്ളാഹു നമ്മളെ സ്വഭാവത്തെ മാറ്റുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്, പുന്നാര ഹബീബിന്റെ സ്വഭാവം സൽസ്വഭാവമാണ്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, അബൂജഹൽ സുഖമില്ലാതെ കിടക്കുന്നു എന്നറിഞ്ഞപ്പോൾ കാണാനോടുകയാണ് സ്നേഹനായകനെ നബി മുഹമ്മദ് മുസ്തഫ. അബൂജഹൽ സുഖമില്ല നബിയെ, സുഖമില്ലാതെ കിടക്കുന്നു എന്നറിഞ്ഞപ്പോ കാണാൻ പോവുകയാണ്. എത്ര പ്രാവശ്യം ഉപദ്രവിച്ചവനാണ്, എത്രയോ ഉപദ്രവങ്ങളാണ് നടത്തിയത്. എത്ര പ്രാവശ്യമാണ് പ്രവാചകനെ തെറി വിളിച്ചത്, എത്ര പ്രാവശ്യമാണ് പ്രവാചകനെ കൂകി വിളിച്ചത്, എത്ര പ്രാവശ്യമാണ് പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട് ഭ്രാന്തനാണെന്ന് പറഞ്ഞില്ലേ. കുഞ്ഞുമക്കളെ കയ്യിലേക്ക് കല്ലെടുത്ത് കൊടുത്തിട്ട് മുഹമ്മദിനെ എറിയാൻ പറഞ്ഞില്ലേ. ആ അറിവില്ലാത്ത കുഞ്ഞുങ്ങള് ആ കല്ലെടുത്തുകൊണ്ട് ആരംഭ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ശരീരത്തെറിഞ്ഞപ്പോൾ ആ ശരീരത്തിൽ നിന്ന് രക്തം വരെ പൊടിഞ്ഞു പോയില്ലേ പ്രിയപ്പെട്ടവരെ? ആ ശരീരത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞില്ലേ? അത്രത്തോളം ഉപദ്രവമല്ലേ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുമ്പോൾ, പുന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുമ്പോൾ സുജൂദിലേക്ക് പോകുമ്പോൾ ഒട്ടകത്തിന്റെ പുഴുത്തെളിഞ്ഞു പോയ കുടൽമാല കൊണ്ടുവന്ന് ആരംഭമുത്തിന്റെ ശറഫാക്കപ്പെട്ട ശിരസിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അള്ളാന്റെ റസൂലിന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, പുന്നാര ഹബീബിന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ. ആ ഒട്ടകത്തിന്റെ ഭാരമുള്ള കുടൽമാല ആരംഭ റസൂലിന്റെ തലയിലേക്ക് കൊണ്ടിട്ട് കൊടുക്കുകയാണ്. ഓടി വരികയാണ് പ്രിയപ്പെട്ടവരെ. അതെടുത്തു മാറ്റുന്നതിന് വേണ്ടി ഓടി വന്നതാരാ? റസൂലുള്ളാഹിയുടെ കരളേ, റസൂലുള്ളാഹിയുടെ കരളിന്റെ കശനമായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഒട്ടകത്തിന്റെ ഭാരമുള്ള പുഴുത്തെളിഞ്ഞു പോയ കുടൽമാല ഫാത്തിമ റളിയല്ലാഹു അൻഹ എടുത്തു മാറ്റുകയാണ്. ഉപ്പയായ മുത്തു റസൂലിന്റെ സങ്കടം കണ്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുകയാണ്. അള്ളാന്റെ റസൂല് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കണ്ണുനീര് തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞതെന്താണ്? മോളെ, സങ്കടപ്പെടല്ലേ പൊന്നുമോളെ, വേദനിക്കല്ലേ പൊന്നുമോനെ, എന്റെ പൊന്നുമോള് സങ്കടപ്പെടല്ലേ, ഇതൊക്കെ റബ്ബിന്റെ പരീക്ഷണമാണ് പൊന്നുമോളെ. ആ അബൂജഹലാണ്, ഇത്രത്തോളം ദ്രോഹം ചെയ്ത അബൂജഹല് സുഖമില്ലാതെ കിടക്കുന്നു എന്നറിഞ്ഞപ്പോൾ കാണാനോടുകയാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. നിന്റെ വാപ്പ സുഖമില്ലാതെ കിടന്നിട്ട് എത്ര നാളായി ചെറുപ്പക്കാരാ? നിന്റെ ഉമ്മ സുഖമില്ലാതെ കിടന്നിട്ട് എത്ര നാളായി പ്രിയപ്പെട്ടവരെ? ഒന്ന് പോയി കാണാൻ നിനക്ക് മനസ്സ് വന്നില്ല, ഒന്ന് പോയി കാണാൻ നിനക്ക് മനസ്സ് വന്നില്ല ചെറുപ്പക്കാരാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാന്റെ റസൂൽ ഓടുകയാണ്, പുന്നാര ഹബീബ് ഓടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അത്രത്തോളം നല്ല സ്വഭാവത്തിന്റെ മഹിമയുള്ളവനാണ് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തു റസൂലാണ് പറഞ്ഞത്, ആ മുത്തു റസൂലാണ് പറഞ്ഞത്, ഏറ്റവും നല്ല വിശ്വാസി, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ അൻസാരിയായ സ്വഹാബി വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, ഫഅയ്യുൽ മുഅ്മിനീന അഖീസു യാ റസൂലല്ലാഹ്, ഏറ്റവും നല്ല ബുദ്ധിമാനായ മുഅ്മിനാരാണ് നബിയേ? ഏറ്റവും നല്ല ബുദ്ധിമാനായ വിശ്വാസി ആരാണ് അല്ലാഹുവിന്റെ റസൂലേ? പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അക്സറുഹും ലിൽ മൗതി ദിക്റാ, ഏറ്റവും നല്ല ബുദ്ധിമാനായ വിശ്വാസി എന്ന് പറഞ്ഞാൽ എപ്പോഴും മരണത്തിന്റെ ചിന്ത ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവനാണ്. അല്ലാഹുവേ, പടച്ചവനെ, മരണത്തിന്റെ ചിന്ത ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. എപ്പോഴും മരണത്തിന്റെ ചിന്ത, ഏത് സമയത്തും മരണത്തിന്റെ ചിന്ത ഹൃദയാന്തരത്തിൽ കൊണ്ടു നടക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാനെന്ന്
പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇസ്ലാമിക പ്രബോധന പ്രചരണ പ്രവർത്തന മേഖലകളിൽ ഒരുപാട് സജീവമായിട്ട് നിന്ന ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് മക്കത്തെ ജബലുകൾ കിടുകിടുത്ത് ശക്തനാം ഉമറിന്റെ വരവിനൊത്ത്, മക്കത്തെ ജബലുകൾ കിടുകിടുത്ത് ശക്തനാം ഉമറിന്റെ വരവിനൊത്ത്, ഹക്കൊത്തെ മുഹമ്മദിൻ ശിരസ്സെടുത്ത് ഇക്കയ്യിൽ കൊണ്ടുവരുമെന്ന് ഗർജിത്ത്, ഉടവാൾ ഊരിയെടുത്ത് ഉമറത കുതിരപ്പുറത്ത് ഉശിരത കാണിച്ചിട്ട് ഉടനടി പുറപ്പെട്ടു ഉലകിന്റെ തെളി ദീപം കെടുത്തുവാൻ വേണ്ടി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഭരണാധികാരിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, കിസ്റ കൈസറിനെ വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മക്കയുടെ പർവ്വതങ്ങളെ കിടിലം കൊള്ളിച്ച മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരാളെ നിയമിച്ചു എന്നാണ്. എന്തിനാണ് നിയമിക്കുന്നത്? ഒരു ജോലിക്കാരനെ നിയമിച്ചിരിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ആ മനുഷ്യന്റെ ജോലി എന്താ? ആ മനുഷ്യന്റെ ജോലി എന്ന് പറയുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മരണത്തിന്റെ ഓർമ്മ കൊടുക്കലാണ്, മരണത്തിന്റെ ചിന്ത കൊടുക്കലാണ്. ഉമറേ, നിങ്ങൾ മരിക്കും ഉമറേ, നിങ്ങളുടെ മുമ്പിലേക്ക് മരണം വരും ഉമറേ. എപ്പോഴാണെന്നറിയില്ല, ഏത് സമയത്താണെന്നറിയില്ല, നിങ്ങൾ മരിക്കും ഉമറേ. അസ്റായിൽ നിങ്ങളെ മുമ്പിലേക്ക് വരും ഉമറേ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ മരണത്തിന്റെ ഓർമ്മ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ജോലിക്കാരനെ നിയമിച്ചിരിക്കുകയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എന്തിനാണ് പ്രിയപ്പെട്ടവരെ, എന്തിനാണ് പ്രിയപ്പെട്ടവരെ അവരെ മനസ്സിന്റെ അകത്ത് എപ്പോഴും ആ മരണത്തിന്റെ ചിന്ത നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാഹുവേ, ആ മരണത്തിന്റെ ചിന്ത ഞങ്ങൾക്ക് തരണേ അല്ലാ. എപ്പോൾ മരിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല, ഏത് സമയത്താണ് അസ്റായിൽ വരുന്നതെന്ന് ഞങ്ങൾക്കറിയവനെ. അത് ഏത് സമയത്താണ് അസ്റായിൽ വന്നാലും റബ്ബേ, ഈമാനോടുകൂടി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. ഈമാനില്ലാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. ആ മരണത്തിന്റെ ചിന്ത ഞങ്ങൾക്ക് തരണേ അല്ലാ. ഏറ്റവും വലിയ ബുദ്ധിമാൻ ഏത് സമയത്തും മരണത്തിന്റെ ചിന്ത മനസ്സിന്റെ അകത്ത് കൊണ്ട് നടക്കുന്നവനാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, വഅക്സരുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ. നാളെ പരലോക ജീവിതം വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ദുനിയാവിന്റെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തുന്നവനാരാ? അവനാണ് ഏറ്റവും നല്ല ബുദ്ധിമാനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്.